കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് ഈ കാലത്തെ കൃപയുടെ സുവിശേഷത്തെ അതിമഹത്തായ തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സുവിശേഷങ്ങളൊന്നും അത്ര തേജസ് ഉള്ളതായിരുന്നില്ലയോ എന്നൊരു ചോദ്യം നമുക്ക് വരികയാണ്. അതിമഹത്തായ തേജസ്സിൻ്റെ സുവിശേഷം. ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 10ഉം 11ഉം വാക്യം ഞാനൊന്ന് വായിക്കാം. അത് തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. അപ്പം പൗലോസ് പറയുന്നത്, ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന ഈ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളെക്കാൾ അതിമഹത്തായ തേജസ് ഉള്ളതാണ്. മറ്റ് സുവിശേഷങ്ങൾക്ക് ഒട്ടും തേജസ് ഇല്ലെന്നല്ല, അതിന് തേജസ് ഉണ്ട്. എന്നാൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം നീക്കം വരുന്നതായിരിക്കുന്ന മറ്റ് ശുശ്രൂഷകളെല്ലാം തന്നെ ഒട്ടും തേജസ് ഇല്ലാത്തതായി തീർന്നു എന്നാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ന്യായപ്രമാണവും ഒരു തരത്തിൽ സുവിശേഷമായിരുന്നു എന്ന് പറയാം. എന്നാൽ ന്യായപ്രമാണത്തെ സുവിശേഷം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ഒരു സുവിശേഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, സുവിശേഷത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു കണ്ടീഷനുണ്ട് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നത് തരാം. രണ്ടാമത്തെ കാര്യം വാഗ്ദത്തമാണ്, ഞാൻ നിനക്ക് ഇന്നത് തരാം. നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കുന്ന വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ടതും വാഗ്ദത്തത്തിൽ അടിസ്ഥാനപ്പെട്ടതുമായിരിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിനും എന്തുണ്ട്? വാഗ്ദത്തമുണ്ട്, വ്യവസ്ഥയുമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം നിത്യ അവകാശമായി തരും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. അപ്പോൾ അതിനൊരു വ്യവസ്ഥയുള്ളത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എൻ്റെ വചനത്തിൽ നിലനിന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രാജ്യത്ത് നിന്ന് ഓടിക്കുകയും അന്യജാതിക്കാർ നിങ്ങളുടെ രാജ്യം തിന്നുകളയുകയും ചെയ്യും. നിങ്ങളുടെ രാജ്യം ശൂന്യമായി തീരും. എന്നാൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളെ ആരും ആക്രമിക്കുകയില്ല. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ന്യായപ്രമാണം, മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണവും ഒരു സുവിശേഷമായിരുന്നു എന്ന് ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നു. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. എന്നാൽ അതും ഒരു സുവിശേഷമായിരുന്നു. രണ്ടാമത്തെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന കാലം മുതൽ പ്രസംഗിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിലും ഈ പറയുന്നതായിരിക്കുന്ന കണ്ടീഷനുമുണ്ട്, പ്രോമിസുമുണ്ട്. എന്താണ് കണ്ടീഷൻ? യേശുവിനെ ക്രിസ്തു എന്നവർ അംഗീകരിക്കണം. അവർ ക്രിസ്തു എന്ന് അംഗീകരിക്കണം. യേശു ആണ് അവർ കാത്തിരുന്ന മശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ളത് യഹൂദ ജനം അംഗീകരിക്കണം. അവരിൽ 99% പേരും അംഗീകരിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ചെറിയ കൂട്ടം മാത്രമേ യേശു കർത്താവിനെ ക്രിസ്തുവായിട്ട്, അവരുടെ മശിഹയായിട്ട് കണ്ടുള്ളൂ, വിശ്വസിച്ചുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരോട് കൊടുത്തായിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, യേശു കർത്താവിനെ മശിഹയായിട്ട് അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തായിരിക്കുന്ന പ്രോമിസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ഇതാ ദൈവരാജ്യം സമീപേ എത്തിയിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, നാം അതിലേക്ക് കടക്കാൻ പോകുന്നു. ആ ജനത അന്ന് ആ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത, ഇസ്രായേലിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനത ഒന്നടങ്കം ക്രിസ്തുവിനെ അവരുടെ മശിഹായും രാജാവുമായിട്ട് അംഗീകരിക്കുകയും അവരുടെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ സുവിശേഷമായ ന്യായപ്രമാണത്തിൽ വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം, ആ രാജ്യത്തിലേക്ക് അവർ കടക്കുമായിരുന്നു. അതാണ് ക്രിസ്തു ഭരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചക്കാലം അഥവാ 1000 ആണ്ട് വാഴ്ചക്കാലം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു എന്ന സുവിശേഷമാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ സുവിശേഷമായ ന്യായപ്രമാണവും രണ്ടാമത്തെ സുവിശേഷമായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും തമ്മിൽ വലിയ അന്തരമില്ല, വലിയ വ്യത്യാസമില്ല. ഒന്നാമത്തതിൻ്റെ വ്യവസ്ഥ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അവർ നിലനിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് രാജ്യം കൊടുക്കും, അത് സ്ഥിരമായിരിക്കും, ശാശ്വത അവകാശമായിരിക്കും എന്നാണ് പറഞ്ഞത്.
രണ്ടാമത്തെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും ഭൂമിയിൽ വന്നപ്പോൾ മുതൽ പറഞ്ഞതായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്, ആ രാജ്യം, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു, നാം അതിലേക്ക് കടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. ആ രണ്ടാമത്തെ സുവിശേഷത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എന്നാൽ അവർ എന്ത് ചെയ്യണം? വന്നിരിക്കുന്ന ഈ വ്യക്തി, ഈ യേശു എന്ന് പറയുന്ന വ്യക്തി, അവർ കാലാകാലങ്ങളായി കാത്തിരുന്ന അവരുടെ മശിഹയാണ്, അവരുടെ ക്രിസ്തുവാണ് എന്ന് അവർ അംഗീകരിക്കണമായിരുന്നു. എന്നാൽ ഇത് രണ്ടും പ്രായോഗിക തലത്തിൽ നിലനിന്നില്ല എന്ന് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ സുവിശേഷമായ ന്യായപ്രമാണവും അവർ ലംഘിച്ചു, അവർ ദേവന്മാരെ പൂജിച്ചു, അവർ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോയി. അതുകൊണ്ട് അവരെ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. പല സമയങ്ങളിലും അവർ പ്രവാസികളായി പോകേണ്ടി വന്നു. അവരുടെ രാജ്യം കുപ്പക്കുന്നായി തീർന്നു, കൽക്കൂമ്പാരമായി തീർന്നു, മുള്ളും പറക്കാരെയും അതിൽ നിന്ന് മുളച്ചു എന്ന് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ സുവിശേഷമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷമെങ്കിലും അവർക്ക് സ്ഥാപിതമായി കിട്ടുവാനായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത്, ആ ജനത മുഴുവൻ എല്ലാവരും തന്നെ അവരെ വിശ്വസിക്കണമായിരുന്നു. ഈ വന്നിരിക്കുന്ന യേശു തന്നെയാണ് ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്ന ക്രിസ്തു എന്ന് വിശ്വസിക്കണമായിരുന്നു. എന്നാൽ രണ്ടാമത്തേലും അവർ പരാജയപ്പെട്ടു. ഒരു ചെറിയ കൂട്ടം, ലിറ്റിൽ ഫ്ലോക്ക് എന്നാണ് പറയുന്നത്, ചെറിയ കൂട്ടം 12 അപ്പോസ്തലന്മാരും കുറച്ച് ശിഷ്യന്മാരും മാത്രമേ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സുവിശേഷവും നിലനിന്നില്ല യഹൂദനെ സംബന്ധിച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ദൈവം യഹൂദൻ എന്ന പദ്ധതി താൽക്കാലികമായി ഉപേക്ഷിച്ചുകൊണ്ട്, നിത്യമായിട്ടല്ല, എന്നേക്കുമായിട്ടല്ല, താൽക്കാലികമായി ഉപേക്ഷിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വിളിക്കുകയും പൗലോസിന് കൃപയുടെ സുവിശേഷം പരമേൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഈ കൃപ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷം അതിമഹത്തായ സുവിശേഷമാണ്. മറ്റതിനൊക്കെ തേജസ് ഉണ്ടായിരുന്നു, എന്നാൽ ആ തേജസ്, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. നമുക്കറിയാമല്ലോ, രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രജാലങ്ങളെ കാണാം, 1000-10,000 നക്ഷത്രങ്ങളെ കാണാം, അല്ലേ? എന്നാൽ ആ എന്ത് പറ്റി അവയെന്താ നമ്മൾ പകൽ കാണാത്തത്? സൂര്യൻ്റെ അതിമഹത്തായ തേജസ് നിമിത്തം നക്ഷത്രങ്ങളെ കാണാനില്ലാതെയായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കൃപയുടെ സുവിശേഷം പൗലോസിനെ ഭരമേൽപ്പിച്ചതിലൂടെ തേജസ് കുറഞ്ഞതായിരിക്കുന്ന ആ 2 സുവിശേഷങ്ങളും മങ്ങിപ്പോയി. ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതും മുമ്പോട്ട് പോകുന്നതും കൃപയുടെ സുവിശേഷമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറയട്ടെ. അപ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് പറയുകയാണ്, ഈ അതിമഹത്തായ തേജസ് നിമിത്തം, ഈ അതായത് അതേ തേജസ്സോട് കൂടിയത് എന്ന് പറഞ്ഞാൽ പഴയത്, അതും തേജസ്സുള്ളതായിരുന്നു. ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ, മോശയുടെ ന്യായപ്രമാണമായ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ കാലം അവസാനിക്കും വരെ, ഉൽപ്രാവണം നടക്കുന്നവരെ നിലനിൽക്കുന്നതായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് പൗലോസിലൂടെ ലോകത്തിന് ലഭിച്ചതായിരിക്കുന്ന കൃപയുടെ സുവിശേഷമാണ്. അത് ഏറ്റവും അധികം തേജസ് ഉള്ളതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ അതിമഹത്തായ തേജസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ വേറെയുമുണ്ട്. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിമഹത്തായ ദൈവകൃപയുടെ സുവിശേഷമാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് നിലവിലുള്ളത്. ഈ കാലത്ത് നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷമോ രാജ്യത്തിൻ്റെ സുവിശേഷമോ വിശ്വസിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു 3.5 കൊല്ലം പഠിപ്പിച്ചതും ഉപദേശിച്ചതും ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷമാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ പുതിയ നിയമം, അല്ലെങ്കിൽ പഴയ നിയമം യഹൂദന് കൊടുത്താണ്, അവർക്ക് തന്നെ കൊടുത്ത പുതിയ നിയമത്തിൻ്റെ സുവിശേഷമായ രാജ്യത്തിൻ്റെ സുവിശേഷമാണ് കർത്താവ് 3.5 കൊല്ലം പഠിപ്പിച്ചതെന്ന് ഓർക്കണം. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിലും
യേശു കർത്താവ് പഠിപ്പിച്ചത് ന്യായപ്രമാണത്തിൻ്റെ തുടർച്ചയായിരിക്കുന്ന അതിൻ്റെ പുതിയ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആയിരിക്കുന്ന ന്യൂ കവനൻ്റ് ആയിരിക്കുന്ന പുതിയ ഉടമ്പടി ആയിരിക്കുന്ന ആ ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ. അപ്പോൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് അതാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നവരായിരിക്കുന്നവർക്കെല്ലാവർക്കും അമളി പറ്റി എന്ന് ഞാൻ പറയട്ടെ, ഖേദത്തോടെ പറയട്ടെ, അവർക്ക് മണ്ടത്തരം പറ്റി, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സുവിശേഷങ്ങൾ തേജസ് കുറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. അത് തേജസ് കുറഞ്ഞതായിരുന്നു. പൗലോസോട് പറയുന്നത്, ഞാൻ പറയുന്ന എനിക്ക് ലഭിച്ച എന്നിലൂടെ ലോകത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ഈ സുവിശേഷം അതിമഹത്തായിരിക്കുന്ന തേജസ്സാണ് എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസിൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു ചിത്രമുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. എന്താണ് ചിത്രമെന്നല്ലേ? ഈ ന്യായപ്രമാണം എന്ന സുവിശേഷം ന്യായപ്രമാണം എന്ന സുവിശേഷം ദൈവം മോശയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവം വെളിപ്പെട്ടതായിരിക്കുന്ന സീനായി പർവ്വതത്തിൻ്റെ ആ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാനതൊന്നും വായിക്കുന്നില്ല. ഭയങ്കരമായിരിക്കുന്ന ആളിക്കത്തുന്ന ഭയങ്കര ഒരു മല, അതിൻ്റെ നടുവിൽ ഭയങ്കരമായിരിക്കുന്ന പ്രകാശം, അതിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും ഇടതടവില്ലാതെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ നടുവിലേക്കാണ് മോശയെ നീ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് ദൈവം വിളിക്കുന്നത്. ദൈവം വസിക്കുന്ന ആ സീനായി പർവ്വതത്തിൻ്റെ നടുവിലേക്ക് കയറി ചെല്ലാൻ മോശയെ വിളിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒരു മൃഗമെങ്കിലും ആ പർവ്വതത്തിൻ്റെ താഴ്വാരം തൊട്ടാൽ, തീ കത്തുന്നത് മേലെ പർവ്വതത്തിൻ്റെ മുകളിലാണെന്ന് ഓർക്കണം, മോശ കയറിപ്പോയത് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണെന്ന് ഓർക്കണം. ഒരു മൃഗമെങ്കിലും പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളായിരിക്കുന്ന കൽപ്പന അവർക്ക് കൂടാഞ്ഞു. ദൈവത്തിൻ്റെ ഭയങ്കര ശബ്ദം കേട്ടിട്ടും അവർ വിറച്ചുപോയി, യഹൂദന്മാർ വിറച്ചുപോയി ഈ മലമുകളിൽ നിന്നുള്ള ആ ശബ്ദം കേട്ടിട്ട്. എന്നിട്ട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്കത് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്ലിൽ കൊത്തിയ അക്ഷരങ്ങളാൽ എഴുതിയതായിരിക്കുന്ന കൽപ്പന മോശയ്ക്ക് ദൈവം കൊടുത്തത്. അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 ദിവസം ദൈവത്തോടു കൂടെ പർവ്വതമുകളിൽ പാർത്തതായിരിക്കുന്ന മോശ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ പോലും അറിഞ്ഞില്ല അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശപൂരിതമായി തീർന്നു എന്ന് മോശ പോലും അറിഞ്ഞില്ല. ജനം നോക്കിയപ്പോൾ മോശ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് താഴ്വാരത്തിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ജനമെല്ലാം പേടിച്ചു പോയി. 40 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്ന മോശയുടെ മുഖം നോക്കിയപ്പോൾ ജനത്തിന് ഭയമായി. അതുകൊണ്ട് അന്ന് മുതൽ മോശ ദൈവജനത്തോട് അഥവാ യഹൂദന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം തലയിൽ നിന്ന് മുഖം മൂടിക്കൊണ്ട് താഴേക്ക് ഇട്ടിട്ടാണ് ജനത്തോട് സംസാരിച്ചത്. അപ്പോൾ ആ ന്യായപ്രമാണം എന്ന സുവിശേഷത്തിന് തേജസ് ഇല്ലായിരുന്നുവോ? അതിൻ്റെ തേജസ്സല്ലേ മോശയുടെ മുഖത്ത് കണ്ടത്? പൗലോസിൻ്റെ കണ്ണിലൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന ആ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? പൗലോസിൻ്റെ കണ്ണിലൂടെ കടന്നു പോകുന്നത് ആ ന്യായപ്രമാണവും തേജസ്സുള്ളതായിരുന്നു. അതുകൊണ്ട് മോശയുടെ മുഖം പ്രകാശിച്ചു. അതുകൊണ്ട് മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടു. എന്നാൽ ആ ഒന്നാമത്തെ പ്രമാണം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന തേജസ് മുമ്പിൽ വെച്ചുകൊണ്ട് പൗലോസ് രണ്ടാമത്തെ ഒരു കാഴ്ച കാണുകയാണ്. ഏതാ രണ്ടാമത്തെ കാഴ്ച എന്നറിയാവോ? ദമസ്കോസിൻ്റെ നടുവിൽ നട്ടുച്ചയ്ക്ക് പ്രകാശപൂരിതമായി നിൽക്കുന്ന സൂര്യനെ വെല്ലുന്ന അതിഭയങ്കരമായിരിക്കുന്ന തേജസ്സിൻ്റെ പ്രത്യക്ഷത, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ദമസ്കോസിൽ വെച്ച് പൗലോസ് കണ്ടതായിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ തേജസ് പൗലോസിൻ്റെ മനസ്സിലുണ്ട്. ഇതെഴുതുമ്പോൾ ഞാനത് പറയാം, നിങ്ങൾക്കത് മനസ്സിലാകാൻ തക്കവണ്ണം ഞാൻ താഴേക്ക് പറയാം. അപ്പം ആ ഭയങ്കര തേജസ്സിൻ്റെ മുമ്പിൽ സീനായി പർവ്വതത്തിലെ തേജസ് ഒന്നുമല്ലായിരുന്നു എന്നുള്ളതായിരിക്കുന്ന ആ മനോബോധം വെച്ചുകൊണ്ട്, ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായം എഴുതുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. അപ്പം ക്രിസ്തുവിൻ്റെ അതിഭയങ്കരമായ തേജസ് കണ്ടിട്ട് പൗലോസ് മരിച്ചവനെ പോലെ നിലത്ത് വീണു. മാത്രമല്ല കണ്ണ് കുരുടായിപ്പോയി. 3 ദിവസത്തേക്ക് പൗലോസിനെ കണ്ണ് കാണാതെ കൈ പിടിച്ചുകൊണ്ട് നടത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത്.
നട്ടുച്ചയ്ക്ക് കണ്ട ആ ഭയങ്കര പ്രകാശവും സീനായി പർവ്വതത്തിലെ പ്രകാശവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പൗലോസ് പറയാണ്, ഈ അതിമഹത്തായ സുവിശേഷം പൗലോസിൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധമായിരിക്കുന്ന ഒരു തേജസ്സിൻ്റെ പ്രത്യക്ഷത നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നടത്തിയത്. എന്നാൽ പഴയ നിയമമാകുന്ന ന്യായപ്രമാണം എന്ന സുവിശേഷം മോശയുടെ കയ്യിൽ കൊടുക്കാൻ ഇറങ്ങി വന്നവനായിരിക്കുന്ന സീനായി പർവ്വതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ ഇത്രയും തേജസ്സില്ലായിരുന്നു. അത് കണ്ടവരായിരിക്കുന്നവരാരും കുരുടന്മാരായില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന മോശ പോലും കുരുടനായില്ല. നമുക്കറിയാമല്ലോ, മോശ പോലും മരിച്ചവനെ പോലെയായില്ല. പക്ഷേ ഈ കൃപയുടെ സുവിശേഷം പൗലോസിനെ വിളിച്ച് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന കൃപയുടെ സുവിശേഷം പൗലോസിൻ്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് ഇറങ്ങി വന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ തേജസ്സും ആ പഴയ നിയമത്തിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ തേജസ്സും തമ്മിൽ അന്തരം ചെയ്തപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറയാണ്, ഈ സുവിശേഷം അതിമഹത്തായ തേജസ്സിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണെന്നുള്ള മനോബോധം വെച്ചുകൊണ്ടാണ് ഈ അധ്യായം എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് ചിത്രങ്ങളും മനസ്സിൽ വെച്ച് പൗലോസ് എഴുതുന്ന ആ വേദഭാഗം നമുക്കൊന്ന് പഠിക്കുകയും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. ദൈവം അതിനായിട്ട് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ശ്ലാഘ്യപത്രം നിങ്ങളിൽ നിന്ന് ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? പ്രശംസ, ശ്ലാഘ്യം എന്ന് പറഞ്ഞാൽ പ്രശംസ. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളിത് ചെയ്യുന്നത്? മോശയ്ക്ക് പ്രശംസയുണ്ടല്ലേ? ഇസ്രായേൽ ജനം പറയുന്നത് ദൈവം മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണം എന്നാണ്. മോശയുടെ ന്യായപ്രമാണം എന്നാണ് പറയുന്നത്. മോശയ്ക്ക് എക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ പ്രശംസയുണ്ട്. പൗലോസ് ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞതായിരിക്കുന്ന ഈ സുവിശേഷത്തിൽ നിങ്ങളാൽ ശ്ലാഘ്യം ലഭിക്കാനാണോ ഞങ്ങൾ ചെയ്യുന്നത്? പ്രശംസ ലഭിക്കാനാണോ ഞങ്ങൾ ചെയ്യുന്നത്? നിങ്ങളോട് ശ്ലാഘ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പ്രശംസ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്നിട്ട് 2-ാം വാക്യം പറയണം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. നിങ്ങളാണ് ഞങ്ങളുടെ ശ്ലാഘ്യപത്രം. അതായത് ഈ ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു വന്നപ്പോൾ നിങ്ങളെങ്ങനെ സത്യദൈവത്തെ യഥാർത്ഥമായി ഗ്രഹിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്ലാഘ്യപത്രം, ഞങ്ങളുടെ പ്രശംസ. അതാണ്, നിങ്ങളാണ്, കൊരിന്തിലെ വിശ്വാസികളാണ്. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഞങ്ങളുടെ പത്രം, ലോകം മുഴുവൻ കാണുന്ന ഞങ്ങളുടെ പത്രം, ഞങ്ങൾക്ക് വെളിപ്പെട്ട സുവിശേഷത്തിൻ്റെ ഈ ഞങ്ങളെന്ന് പൗലോസ് പറയുന്ന ആരെയെന്നറിയാമോ? ഇതൊക്കെ വായിച്ചിട്ട് 12 അപ്പോസ്തലന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. ഇത് 12 അപ്പോസ്തലന്മാരെ കുറിച്ചല്ല. പൗലോസിൻ്റെ കൂടെയുള്ള ബർണബാസും ശീലാസും തിമോത്യോസും അങ്ങനെ അവരടങ്ങുന്ന ആ ഗ്രൂപ്പിനെയാണ് ഞങ്ങൾ എന്ന് പൗലോസ് പറയുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് ഇന്നത്തെ ക്രിസ്തന്തം എന്ന് പറയുന്നറിയാവോ? 12 അപ്പോസ്തലന്മാരെ എല്ലാം ചേർത്തുള്ളായിരിക്കുന്ന ഒരു എഴുത്താണെന്ന്. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. അപ്പോൾ ഇത് പൗലോസിൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരെയാണ് ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ എന്നാണ്. നിങ്ങളാണ് ഞങ്ങളുടെ പത്രം എന്ന് പറഞ്ഞു. കൊരിന്തിലെ സഭ, എഫെസോസിലെ സഭ, ഗലാത്യയിലെ സഭ, അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പൗലോസ് സുവിശേഷം പറഞ്ഞ് സ്ഥാപിച്ച സഭകളിലെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അവരുടെ പത്രം. അവർക്കൊരു സുവിശേഷം ദൈവം കൊടുത്തുവെന്നും ആ സുവിശേഷത്താൽ രൂപം കൊണ്ടതായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് ഞങ്ങളുടെ ശ്ലാഘ്യപത്രം, ഞങ്ങളുടെ പ്രശംസാ പത്രം എന്ന് പൗലോസ് പറയുകയാണ്. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറഞ്ഞാൽ പണ്ടത്തത് മഷി കൊണ്ട് എഴുതിയതാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതിയ സുവിശേഷമാണെന്ന് പറയാണ്. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. മറ്റത് കൽപ്പലകയിലാണ് 10 കൽപ്പനയായിട്ട് എഴുതി കൊടുത്തത്. പിന്നെ കുറേ അല്ലാതെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാകാം ആ ന്യായപ്രമാണം. അത് കൽപ്പലകയിലായിരുന്നു. ഇത് ഹൃദയമെന്ന
മാംസത്തിൻ്റെ പലകയിൽ എഴുതിയ സുവിശേഷമാണ് ഞങ്ങൾക്ക് വെളിപ്പെട്ടായി. പൗലോസ് പലയിടത്തും പറയുന്നില്ലേ, എൻ്റെ സുവിശേഷം, എനിക്ക് വെളിപ്പെട്ട സുവിശേഷം, എന്നെ ഏൽപ്പിച്ച സുവിശേഷം എന്ന് പലയിടത്തും പറയുന്നില്ലേ. ആ സുവിശേഷം ആത്മാവിൽ വെളിപ്പെട്ടതാണ്, ഹൃദയത്തിൽ വെളിപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവിടെ പറയാണ്, ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി വല്ലത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്ന്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന്, ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ധാരണകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരിക്കുന്ന ഒരു സുവിശേഷമല്ല ഇത്. പൗലോസ് വളരെ വ്യക്തമായി പറയാം, അല്ല. നിങ്ങൾ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം ഒന്ന് എടുത്ത് വെച്ച് അതും കൂടെ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നല്ലതായിരുന്നു. പൗലോസ് ഇവിടെ പഴയ സുവിശേഷവും പുതിയ സുവിശേഷവും തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണ്. നമുക്ക് അതൊന്ന് താരതമ്യപ്പെടുത്തി നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങളിൽ നിന്ന് വന്നതല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. അതിൻ്റെ തന്നെ തുടർന്ന് പറഞ്ഞു വരുന്ന വാക്യം നോക്കിയ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ടുണ്ടായതാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിയേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നദ്ധിയിൽ സകല മനുഷ്യരെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എത്ര വ്യക്തം! ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്, ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ വന്നിട്ടാണ് ഈ പുതിയ കൃപയുടെ സുവിശേഷം ഞങ്ങളിൽ പരമേൽപ്പിച്ചത്. ഇത് ഞങ്ങളിൽ നിന്ന് സ്വയമായി വന്ന ചിന്താഗതിയല്ല, ഇത് യേശു ക്രിസ്തു ഞങ്ങൾക്ക് തന്നതാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് മുമ്പെയുള്ള അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയിട്ടില്ല, അവരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല, കർത്താവായ യേശു ക്രിസ്തുവിനാൽ അത്രയും ഞാൻ പഠിച്ചത് എന്ന് വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. ശരി, അതിൻ്റെ 6-ാം വാക്യം, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെ ഒരു ചിന്താഗതി മനുഷ്യർക്കുണ്ട്. പൗലോസും ചെയ്തത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണെന്ന്. കാരണം ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കിയെന്ന്. അവിടെ പറഞ്ഞിരിക്കുന്ന പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ പുതിയ വ്യവസ്ഥിതിയുടെ എന്നുള്ള അർത്ഥമാണ്. ന്യൂ കവനൻ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ന്യൂ കവനൻ്റ് അല്ല. അതായത് ഒരു പുതിയ ഉടമ്പടി തത്വമല്ല അവിടെ പറയുന്നത്. നമ്മളോട് ഒരു ഉടമ്പടിയും ദൈവം ചെയ്തിട്ടില്ല. ഇവിടെ പറയുന്നത് അവൻ ഞങ്ങളുടെ പുതിയ വ്യവസ്ഥിതിയുടെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി എന്ന് തിരുത്തി വായിക്കണം. അതിന് ന്യൂ ടെസ്റ്റ്മെൻ്റ് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, തെറ്റില്ല. പുതിയ വ്യവസ്ഥിതി അല്ലാതെ പുതിയ നിയമമല്ല. പുതിയ നിയമം നമ്മളോട് ചെയ്തതല്ല. ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു, പുതിയ നിയമവും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ചെയ്തതാണ് ദൈവം പുതിയ നിയമം. നമ്മളോട് പുതിയ നിയമം ചെയ്യാൻ പുറംജാതി നായ്ക്കളും പട്ടികളുമായിരിക്കുന്ന, ദൈവമില്ലാത്തവരായിരിക്കുന്ന, വാഗ്ദത്തം ഇല്ലാത്തവരായിരിക്കുന്ന നമ്മളോട് പുതിയ നിയമം ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയുമോ? കഴിയുകയില്ല. അത് മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ പറയുകയാണ്, അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല. മറ്റതെല്ലാം അക്ഷരത്തിൽ കൊത്തിക്കൊടുത്തതാണ്. പഴയ നിയമം ന്യായപ്രമാണം അക്ഷരത്തിൽ കൊത്തിക്കൊടുത്തതാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു എന്നാണ് അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞത്. ന്യായപ്രമാണം ഒരു സുവിശേഷമായിരുന്നെങ്കിലും ന്യായപ്രമാണം അനുസരിക്കാത്തവരെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കല്ലെറിഞ്ഞു കൊല്ലാൻ, അല്ലേ? കല്ലെറിഞ്ഞു കൊല്ലാൻ. ഞാനൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ എന്താ ഉള്ളത്? മരണം. അപ്പോൾ ആ പഴയ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താ? മരണത്തിൻ്റെ ശുശ്രൂഷ. കർത്താവിൻ്റെ അടുക്കൽ ഒരു പാവനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ ചോദിക്കുന്നില്ലേ, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശ തൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു.
നീയോ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കർത്താവിനെ കുറ്റം വിധിക്കാനായിട്ട് യഹൂദന്മാർ ചെയ്തതായിരിക്കുന്ന ആ സംഭവം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ്, ജീവൻ നൽകുന്ന ശുശ്രൂഷയല്ല. എന്താണ് നിത്യജീവൻ നൽകുന്ന ശുശ്രൂഷയല്ല, മരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പൗലോസ് പറയുകയാണ് മരണത്തിൻ്റെ ശുശ്രൂഷയല്ല. നോക്കിയേ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയുകയാണ്. എന്നിട്ട് താഴെ അതിൻ്റെ 7-ാം വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, വീണ്ടും പറയാത് മരണ ശുശ്രൂഷയാണെന്ന് പൗലോസ് പറയാണ്. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? നീക്കം വരുന്നതായ മോശയുടെ, നോക്കിയേ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം. എത്ര കാലം മോശയുടെ തൊക്ക് പ്രകാശിച്ചു? എല്ലാ കാലവും പ്രകാശിച്ചു കാണുമോ? ഇല്ല. ആ തുടക്ക കാലങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രകാശമുള്ളൂ. അത് കഴിയുമ്പോൾ ആ പ്രകാശം മാറിപ്പോയില്ലേ? എന്താ കാരണം? നീക്കം വരുന്നതായിരുന്നു. അതുപോലെ ആ പ്രമാണവും ആ സുവിശേഷവും, ന്യായപ്രമാണം എന്ന സുവിശേഷവും നീക്കം വരുന്നതാണെന്ന പൗലോസ് പറയുന്നത്. അത് മോശയുടെ മുഖത്തെ പ്രകാശിച്ചു എങ്കിൽ, കണ്ടോ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? കണ്ടോ, സാമ്യപ്പെടുത്തുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഈ അധ്യായം എഴുതുമ്പോൾ പൗലോസ് താരതമ്യം ചെയ്യുകയാണ്. ആ പഴയ സുവിശേഷവും ഇപ്പോഴുള്ളായിരിക്കുന്ന പൗലോസിന് ലഭിച്ച സുവിശേഷവും തമ്മിൽ ഒരു താരതമ്യം നടത്തുകയാണ്. അത് നീക്കം വരുന്നതാണ്, ആ ശുശ്രൂഷ നീക്കം വരുന്നതാണ്. അതിന് തേജസ് ഉണ്ടായിരുന്നു. പിന്നെ മോശയുടെ മുഖം പ്രകാശിച്ചില്ലേ? സീനായി മലയിലെ കാഴ്ച ഭയങ്കരമായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അതിന് തേജസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൗലോസിൻ്റെ മനസ്സിൽ ദമസ്കോസിൽ വെളിപ്പെട്ട അതിഭയങ്കര തേജസ്സിൻ്റെ പ്രകാശം ജ്വലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണ്, മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് പൗലോസ് ഇത് എഴുതുന്നത് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് തേജസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലായിരുന്നു. 9-ാം വാക്യം, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാവുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ആ ശുശ്രൂഷയെക്കുറിച്ച് 2-ാമത്തെ കമൻറ്റ് പറഞ്ഞു. 1-ാമത്തത് പറഞ്ഞു മരണ ശുശ്രൂഷ, 2-ാമത്തത് പറഞ്ഞു നീക്കം വരുന്ന ശുശ്രൂഷ, 3-ാമത് പറഞ്ഞു ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. മോശയ്ക്ക് കൊടുത്ത ശുശ്രൂഷയെക്കുറിച്ച് പറയുകയാണ്. അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു എങ്കിൽ, നോക്കിയേ, അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ പാപം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവന് നിവൃത്തിയില്ല രക്ഷപ്പെടാൻ. അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു. കണ്ണിന് കൈ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കൈക്ക് കൈ. അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു. നോക്കി, അതവിടെ പറയുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ, അതിനും തേജസ്സുണ്ടായിരുന്നു. തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ, ഇത് നീതിയുടെ ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്ന ഏവനെയും ഔദാര്യമായി നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ നീതീകരണം. റോമാലേഖനം 25-26 വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തക്കവണ്ണം അങ്ങനെ ചെയ്തു. ദൈവം നീതിമാനും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇത് നീതീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് ഈ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, യാതൊരു മരണശിക്ഷയുമില്ല, യാതൊരു കുറ്റാരോപണവും ഇല്ലാതെ വണ്ണം അവരെ നീതീകരിക്കുന്ന, എൻ്റെ നീതിമാൻ എന്ന് പറയുന്ന നീതീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. അതാ പൗലോസ് പറയുന്നത്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാവുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത്
ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. തേജസ്സോട് കൂടിയത് പഴയ ന്യായപ്രമാണം തേജസ്സോട് കൂടിയതാണ്. എന്നാൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ആ തേജസ്സുള്ളതിന് ഒട്ടും തേജസ്സില്ലാത്തതായി. അതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ നക്ഷത്രങ്ങൾക്ക് പ്രകാശമില്ല, അല്ലേ? ഇവിടെ അതിശ്രേഷ്ഠ തേജസ്സിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് സഭയുടെ ഉൽപ്രാവണം വരെ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ നീക്കം വരുന്ന ശുശ്രൂഷ, അല്ലേ? നീക്കം വരുന്ന ശുശ്രൂഷ, ന്യായവിധിയുടെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞാൽ മരണ ശുശ്രൂഷ, ഇതാണ് ആ ശുശ്രൂഷ. എന്നാൽ ഇതിനെക്കുറിച്ച് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു നിലനിൽക്കുന്ന ശുശ്രൂഷ. എത്ര കാലം നിലനിൽക്കും? എത്ര കാലം? ഈ 2000 വർഷമായി പൗലോസിലൂടെ പറയപ്പെട്ടതായിരിക്കുന്ന സുവിശേഷം നിലനിൽക്കുന്നു. ജനം അംഗീകരിച്ചിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും പറയട്ടെ. ഇന്നും ജനങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ 3.5 വർഷത്തെ സുവിശേഷമാണ് ഞങ്ങളുടെ സുവിശേഷം എന്നാണ്. പൗലോസിൻ്റെ സുവിശേഷം എന്ന് വരെ നിലനിൽക്കുന്ന ശുശ്രൂഷയാണെന്നറിയാമോ? ഉൽപ്രാവണം, റാപ്ചർ നടക്കുന്നവരെ. അതോടുകൂടെ ഈ സുവിശേഷം അവസാനിക്കും. വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യ രക്ഷ എന്നുള്ളതായിരിക്കുന്ന ദൈവിക പദ്ധതി അതോടെ അവസാനിക്കും. അത് നീക്കം വരുന്നതായിരുന്നു. മോശയുടെ മുഖതേജസ് കുറച്ചു കാലം കഴിച്ചപ്പോൾ നീങ്ങിപ്പോയതുപോലെ നീക്കം വരുന്ന ശുശ്രൂഷയായിരുന്നു ന്യായപ്രമാണമെങ്കിൽ ഇത് നിലനിൽക്കുന്ന ശുശ്രൂഷയാണെന്നാണ്. അതിൻ്റെ 12-ാം വാക്യം ഞാൻ പറഞ്ഞല്ലോ. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായമാണ് ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 12-ാം വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അത്രയും പ്രത്യാശ ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാഗൽഭ്യവുമുണ്ട്. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം, പിന്നെയും പറയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല. നീങ്ങിപ്പോകുന്നതായിരിക്കുന്ന ആ ശുശ്രൂഷയിൽ മോശ തൻ്റെ തേജസ് നീങ്ങിപ്പോകുന്ന കാലം വരെയും മുഖത്ത് മൂടുപടമിട്ടുകൊണ്ടാണ് ജനത്തോട് സംസാരിക്കുന്നത്. ആ പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആ ഇസ്രായേൽ ജനതയ്ക്ക് അത്രയും ശ്രേഷ്ഠമായ ന്യായപ്രമാണം കൊടുത്തിട്ടും അവരാരും ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് മനസ്സിലാക്കിയില്ല, ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞതുമില്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. പഴയ നിയമ ന്യായപ്രമാണം ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഘോഷിക്കുന്ന, ഞങ്ങളുടെ വാക്തത്വമാണ് എന്ന് പറഞ്ഞ് എടുത്ത് പ്രയോഗിക്കുന്ന അറിവില്ലാത്ത പാസ്റ്റർമാരെ, അറിവില്ലാത്ത ഉപദേശിമാരെ, അറിവില്ലാത്ത സഭാ ശുശ്രൂഷകന്മാരെ, വേദപുസ്തകം തുറക്കുമ്പം ഏതെങ്കിലും ഒരു പഴയ നിയമ വാക്തത്വ വചനം കാണും. ഇന്ന് ദൈവം എന്നോട് സംസാരിച്ച വചനം എന്ന് പറയും. പഴയ നിയമത്തിലെ വാക്തത്വങ്ങളെ. അതിനെക്കുറിച്ച് പൗലോസ് എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? അവരുടെ മനസ്സ്, അതായത് എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അത് നീങ്ങിപ്പോകും, ആ മൂടുപടം നീങ്ങിപ്പോകും. എന്നിട്ട് പറയാണ്, അവരുടെ ഹൃദയത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു, ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. നിങ്ങൾ ഈ പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളും എടുത്ത് എന്താ പറയേണ്ടത്? എവിടെ ചെന്നാലും പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക. നിൻ്റെ കാലം അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും, അങ്ങനെ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൻ്റെ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വീടുകളും പ്രസംഗിക്കുന്ന ഉപദേശിമാരും എന്നുള്ളത്. അത് വായിക്കുമ്പോഴൊക്കെയും സത്യമെന്തെന്ന് മനസ്സിലാകാതെ വണ്ണം ഇന്നും അത് വായിക്കുന്ന നിങ്ങളുടെ മുഖം ഒരു കറുത്ത മുഖപ്പട്ട കൊണ്ട് മറച്ചിരിക്കുന്ന പോലെ വെളിച്ചം കാണുകയേയില്ല.
എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുന്നു. ക്രിസ്തു പൗലോസിലൂടെ ലോകത്തിന് നൽകിയിരിക്കുന്ന തേജസ്സിൻ്റെ സുവിശേഷത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങളുടെ മുഖം പ്രകാശപൂരിതമായി തീരും. കാരണം ക്രിസ്തുവിൻ്റെ പ്രകാശം വെളിപ്പെട്ടപ്പോൾ അത് മറച്ചു വെച്ചല്ല പൗലോസിനെ വെളിപ്പെടുത്തിയത്. അതിഭയങ്കര തേജസ് പ്രത്യക്ഷപ്പെട്ട് പൗലോസിനെ ഏൽപ്പിച്ചു കൊടുത്ത സുവിശേഷത്തിൽ മറവിടമില്ല, മൂടുപടമില്ല. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ മൂടുപടം നീങ്ങുകയുള്ളൂ. ഇത് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നോക്കിയേ, എന്നാൽ കർത്താവ് ആത്മാവാകുന്ന കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നില്ലേ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്താ അടിമനോകം? പഴയ നിയമം, ന്യായപ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? ആ അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് ഗലാത്യലേഖനത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നു. ഇവിടെ പറയാണ്, കർത്താവ് ആത്മാവെന്ന് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അടിമത്തമില്ല. ഒന്നിലും നമുക്ക് കർക്കശമായിരിക്കുന്ന ഉപദേശ സംഹിതകളില്ല. ഒന്ന് മാത്രം വിശ്വസിക്കുക, കാൽവരിയിലെ യാഗമരണത്തിൽ എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗബലിയിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം സംഭവിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. പാപത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. കർത്താവിലേക്ക് തിരിയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എത്ര വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ മുഖത്തെ തേജസ് മൂടിയിരുന്നില്ല പൗലോസിനെ കാണിക്കുമ്പോൾ. ദമസ്കോസിൽ പൗലോസ് കാണുമ്പോൾ അത് മൂടിവെച്ച തേജസ്സല്ല, പ്രകാശപൂരിതമായ തേജസ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, എന്നാൽ ആ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. അന്ന് മോശയുടെ മുഖം പ്രതിബിംബിക്കുകയായിരുന്നു ദൈവ തേജസ് കൊണ്ട് അല്പകാലത്തെ കേക്കിലും. ഇവിടെ ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന മുഖത്തേക്കല്ല. ഈ ഹൃദയം പ്രകാശിക്കുകയാണ്. പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എന്തിനാ കർത്താവ് തൻ്റെ തേജസ് അറിയാമോ? പൗലോസിനെ കാണിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരും ക്രിസ്തു അന്ന് ദമസ്കോസിൽ പൗലോസിന് വെളിപ്പെടുമ്പോൾ എത്രമാത്രം തേജോമയനായിരുന്നുവോ അതേ പ്രതിമയായി നമ്മളും തീരുമെന്നാണ്. ഇത് തേജസ്സിൻ്റെ സുവിശേഷമാണെന്ന് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ മറ്റേതിൽ തേജസ്സില്ല, മറ്റതിൽ ശിക്ഷയുള്ളൂ, തെറ്റ് ചെയ്യുന്നവനെ കൊല്ലും. മറ്റതിലെ വാഗ്ദത്തത്തിൻ്റെ രാജ്യമാണ് ഭൗമിക രാജ്യം. ഇത് നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് ക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപമായി രൂപപ്പെടുത്തുന്നതായിരിക്കുന്ന പുതിയ ശരീരമാണ്. പല വാക്യങ്ങളുമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയം പോകുന്നു. എത്ര വാക്യങ്ങളാണ്! നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21 അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അനുരൂപം, സെയിം. ക്രിസ്തുവിനെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. ഇന്നത്തെ കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് കൊടുത്ത സുവിശേഷം വിശ്വസിക്കുന്ന ഒരു വ്യക്തി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ, അവൻ അതേ പ്രതിമയായി ക്രിസ്തുവിനെ പോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാത്തവനായി അതേ പ്രതിമയായി രൂപാന്തരപ്പെടും.
ഇത് തേജസ്സിൻ്റെ സുവിശേഷമാണ്, ഇത് തേജസ്സേറിയ സുവിശേഷമാണ്, ഇത് അതിമഹത്തായ സുവിശേഷമാണ്. അതിൻ്റെ ആ അധ്യായം കഴിഞ്ഞു. 4-ാം അധ്യായം തുടർന്ന് അതേ കാര്യം തന്നെയാണ് പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ തുടക്കവാക്യങ്ങൾ ഒന്നിനെണ്ണം വായിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ, ഈ തേജസ്സിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ടുണ്ടായതാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗലോസിൻ്റെ കൂടെ വേല ചെയ്തവരായിരിക്കുന്ന ബർന്നബാസ്, ശീലാസ്, തിമോത്തിയോസ് അങ്ങനെയുള്ളായിരിക്കുന്നവരെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. 12 അപ്പോസ്തലന്മാരെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിയേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നദ്ധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. പൗലോസിൻ്റെ ഈ സുവിശേഷം വേണ്ട. പൗലോസിനെ ആരപ്പോസ്തലനാക്കി, പൗലോസിനെന്തോ എന്താണ് ബുദ്ധിഭ്രമം ബാധിച്ചു എന്ന് പറയുന്നവരെ പൗലോസിൻ്റെ സുവിശേഷം വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴത്തെ 4-ാം വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം പറയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. കണ്ടോ, ഇതിനെന്തെന്നാ ഈ സുവിശേഷത്തിന് എന്തെന്നാ പറഞ്ഞേ? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികളുടെ മനസ്സ്. എന്താ വിശ്വാസി എന്നീ പറയുന്നത്? നിങ്ങളെല്ലാം വിചാരിക്കുമായിരിക്കും അവിശ്വാസി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളോ അല്ലെങ്കിൽ പുറംജാതികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ലാത്തവരെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കും. അല്ല. പൗലോസിൻ്റെ സുവിശേഷം വിശ്വസിക്കാത്തവരെയാണ് ഇവിടെ അവിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏത് ക്രിസ്തീയ മതത്തിലും ഏത് ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടതായാലും വേണ്ടില്ല, ഏത് വേർപെട്ട സമൂഹം എന്ന് പറഞ്ഞ് കൊട്ടി കൊഴിച്ചാലും വേണ്ടില്ല, പൗലോസിൻ്റെ സുവിശേഷത്തിലല്ല നിൽക്കുന്നതെങ്കിൽ പൗലോസ് വിളിക്കുന്നത് അവിശ്വാസികൾ. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി. അപ്പോൾ നിങ്ങൾ ഏതിൽ നിൽക്കും? ഏത് വിശ്വസിക്കും? പൗലോസിലൂടെ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുമോ? ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. ഈ വിഷയം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. ശ്രദ്ധയോടെ കേട്ടാലും ഞാൻ ആരെയും കുറ്റം വിധിക്കാൻ വേണ്ടി പറയല്ല. ക്ഷമിക്കണം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കുറ്റം വിധിക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വളരെ മനോവിഷമത്തോടുകൂടെ പറയുന്നു, ഞങ്ങൾ ഈ പറയുന്നതായിരിക്കുന്ന കാര്യം ദൈവവചനത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ കാര്യം മനസ്സിലാവും. മനസ്സുണ്ടെങ്കിൽ പഠിക്കൂ. അല്ലാതെ നിങ്ങൾ 4 സുവിശേഷങ്ങളാണ് ഞങ്ങളുടെ രക്ഷാവചനം എന്നും പറഞ്ഞ് ഘോഷിച്ചാലൊന്നും നടക്കില്ല. പഴയ നിയമമാണ് ഞങ്ങളുടെ വാക്തത്വം എന്ന് പറഞ്ഞ് ഘോഷിച്ചാലൊന്നും നടക്കില്ല. അതൊക്കെ നീങ്ങിപ്പോകുന്നതായിരിക്കുന്ന സുവിശേഷങ്ങളാണ്. ഇതാണ് തേജസ്സിൻ്റെ സുവിശേഷം, ഇതാണ് നിലനിൽക്കുന്ന സുവിശേഷം. ഇതേ സുവിശേഷം വെച്ച് നിങ്ങളെ ന്യായം വിധിക്കാനും സാധ്യതയുണ്ട്, നിങ്ങളിത് വിശ്വസിച്ചില്ല എങ്കിൽ. ദൈവം എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.